അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് എടുക്കുമ്പോൾ വളരെ കുറച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് ചൈന ഗ്രാസിൽ നിന്ന് അതിൻ്റെ കാൽ ഭാഗത്തിൽ നിന്ന് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയ ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് ചെറുതായിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, നമ്മളിതിൽ പഞ്ചസാര കൂടെ ഇടും. ഒരു 5 ടേബിൾ സ്പൂണൊക്കെ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ഇനി തേങ്ങാപ്പാലും അതുപോലെ ചൈന ഗ്രാസൊക്കെ ചേർക്കാനുള്ളതാണ്. പഞ്ചസാര ഇട്ട ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് പാൽ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച് ചൈന ഗ്രാസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വെച്ച് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ചൈന ഗ്രാസിൻ്റെ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അത് അരിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പകുതി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് പാൽ പിഴിഞ്ഞെടുക്കുക, അധികം വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയിലെടുത്ത് വെച്ച പാലാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 ബൗളിലായിട്ട് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് തണുപ്പിച്ച് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ബൗൾ നമ്മുടെ പുഡിങ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിങ് ഏകദേശം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡ്രൈ റോസ് ഫ്ലവറും അതുപോലെ ഒരു മിൻറ്റ് ലീവ്സും ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കോക്കനട്ട് മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.